ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിത് സുഖമായിരിക്കുന്നു. ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ കുറച്ച് അഡീനിയം പ്ലാന്റ്സ് പ്രൂണിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാകും. ഇല്ലാന്നുണ്ടെങ്കിൽ റാനിയ റെസിപ്പി വേൾഡിൽ അഡീനിയം പ്രൂണിങ് എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്രൂണിങ് ചെയ്ത പ്ലാന്റ്സൊക്കെ നല്ല രീതിക്ക് തന്നെ പുതിയ ശിഖരങ്ങളെല്ലാം വന്നിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ അഡീനിയം പ്ലാന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ബോൺസായി മോഡലിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബോൺസായി ആയിട്ട് വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം വേണ്ടത് നമ്മുടെ ഈ കോഡെക്സിൻ്റെ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ റൂട്ട്സ് ഉണ്ടാകും. അപ്പോൾ അതെന്ത് ചെയ്യണം, ഒന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് തന്നെ അത്യാവശ്യം വളങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ജൈവവളങ്ങളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. പുതിയ ശിഖരങ്ങളെല്ലാം വന്നിട്ട് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം സൺലൈറ്റ് കിട്ടേണ്ടതുണ്ട്. ഒരു 8 മണിക്കൂറെങ്കിലും സൺലൈറ്റ് ഉള്ള ഏരിയയിൽ വേണം വെക്കാനായിട്ട്. നമ്മളിപ്പോൾ ഇത് വേനൽക്കാലത്ത് പ്രൂണിങ് ചെയ്തത് കൊണ്ട് തന്നെ ചെടി നശിച്ച് പോകാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത് എല്ലാ പ്ലാന്റ്സിൻ്റെയും ഇതേപോലുള്ള ആവശ്യമില്ലാണ്ടായിട്ടുള്ള റൂട്ട്സ് ഉണ്ടല്ലോ, അതെല്ലാം എന്ത് ചെയ്യണം, ഒന്ന് കട്ടാക്കി മാറ്റേണ്ടതുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പഴയൊരു കത്തി, അതായത് പ്ലാന്റ്സിന് യൂസ് ചെയ്യുന്ന ഒരു കത്തിയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അഡീനിയം പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കോഡെക്സിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, കാരണം കോഡെക്സിലാണല്ലോ വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യുന്നത്, അത് കാരണം പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിക്ക് പകരം നിങ്ങൾക്ക് പുതിയ ബ്ലേഡോ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു കത്തിയാണ്. എന്നിട്ട് സാഫ് എന്ത് ചെയ്യുക, സാഫ് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സാക്കി മാറ്റി വെക്കണം. റൂട്ട്സ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം ചെറിയ മുറിവ്, കീറൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഡെക്സിൽ നിന്നും ഒരു വെള്ള നിറത്തിലുള്ള ഒരു നീര് പുറത്തോട്ട് വരും. അപ്പോൾ അത് കാരണം തന്നെ നമ്മുടെ ചെടി എന്താവും, ചീത്തയായിട്ട് പോകും. അപ്പോൾ അതെന്ത് ചെയ്യുക, അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിലെങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ ഒരു ടിഷ്യൂ വെച്ച് എന്തെങ്കിലും ക്ലീനാക്കിയതിന് ശേഷം സാഫ് എന്ത് ചെയ്യുക, പുരട്ടി കൊടുക്കുക. ഇവിടെ ഇപ്പോൾ എല്ലാ പ്ലാന്റ്സും ഞാൻ ഇതേപോലെ സാഫ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നല്ല രീതിയിൽ ബോൺസായി ലുക്കിൽ പ്ലാന്റ്സ് വളരാനും അതേപോലെ തന്നെ ഈ ഒരു ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യാം, മാർച്ച് മാസത്തിലൊക്കെ ഒരുപാട് നല്ല തിക്കായിട്ട് ഫ്ലവേഴ്സ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വളപ്രയോഗമാണ് പറയുന്നത്. ജൈവമാണ്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത്, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വെണ്ണീർ ഉണ്ടാകും അല്ലേ, ചാരം. അപ്പോൾ നമ്മുടെ കയ്യിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ അടുപ്പ് കത്തിച്ച ചാരമൊന്നുമല്ല ഉള്ളത്, കരിയില കത്തിച്ചിട്ടുള്ള ചാരമാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ മുട്ടത്തോട് ഉണക്കിയത് പൊടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു മിശ്രിതം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഫ്ലവേഴ്സ് ഉണ്ടാകാനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും സാധിക്കും. അത്യാവശ്യം കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും നൈട്രജൻ്റെ എല്ലാം കണ്ടൻറ്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് ഈ പറഞ്ഞ രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബോൺസായി ലുക്കിൽ വളർത്തിയെടുക്കാനും നല്ല തിക്കായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകാനും സാധിക്കും. ഇനിയിപ്പോൾ ഇതാ കുറച്ച് സാഫ് എടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് ചുവട്ടിലൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ നമുക്ക് ഈ പ്ലാന്റ് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്തായാലും ഒരു 8 മണിക്കൂർ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ പ്ലാന്റ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.